I see a lot of people suggest WD-40 and some steel wool. എൻ്റെ R3 കുറേ നാളായി നേരെ യൂസ് ചെയ്തിട്ട് ചെയിൻ റസ്റ്റ് കോട്ടിംഗ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ പരിപാടി WD-40യും സ്റ്റീൽ വൂളും വെച്ചിട്ട് ചെയിൻ ക്ലീനിങ് ആണ്. ആദ്യം നല്ലപോലെ WD-40 ചെയിൻ ഫുൾ അടിച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. എന്നിട്ട് സ്റ്റീൽ വൂൾ എടുത്ത് ഫുൾ ഒരച്ചൊരച്ച് കൈ പോയി. പക്ഷേ ഫുള്ള് കഴിഞ്ഞ് വെള്ളം വെച്ച് നല്ലപോലെ ക്ലീൻ ആക്കിയപ്പം ചെയിൻ നല്ലപോലെ വൃത്തിയായി. ഇത് കഴിഞ്ഞ് ചെയിൻ ഒരു ക്ലോത്ത് വെച്ചിട്ട് നല്ലപോലെ ഡ്രൈ ആക്കി. അതിന് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് വേണം ചെയിൻ ലൂബും ചെയ്യാൻ. ആ സമയം കൊണ്ട് ഹെൽമെറ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. നല്ല പൊടിയുണ്ട്. ഇതും കുറേ നാളായി യൂസ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് ക്ലീനർ യൂസ് ചെയ്ത് ഫുൾ തുടച്ചെടുത്തു. ആൻഡ് ഇന്ന് ഫൈനലി ഞാൻ ബൈക്ക് പുറത്തെടുക്കുകയാണ്. ആൻഡ് റെഡിയായി ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ചെയിൻ ലൂബും ചെയ്തു. എനിക്ക് ഒടുക്കത്തെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു വണ്ടി ഓടിക്കാൻ. ആൻഡ് ഐ വാസ് സോ ഹാപ്പി വൈൽ റൈഡിങ്. അപ്പോൾ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പെട്രോൾ അടിക്കാനാണ് കയറിയത്. അത് കഴിഞ്ഞ് നേരെ കഴക്കൂട്ടുള്ള മലബാർ ബൈറ്റ്സിൽ വന്നു. ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് ഓൾറെഡി വെയിറ്റിംഗ് ആയിരുന്നു. ഞാനൊരു ബദാം മിൽക്ക് അവിടെ നിന്ന് കുടിച്ചു. എന്നിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇലാഫ് ബൈ ഹോമീസിൽ വന്നു. കഴക്കൂട്ടം തന്നെയാണ് ഈ കടയുള്ളത്. അങ്ങനെ എല്ലാവരും ഷവർമയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് വരാൻ കുറച്ച് ടൈം എടുത്തു. ഞാൻ ഒരു ഹോട്ട് പാപ്രിക്ക പ്ലേറ്റ് ഷവർമയാണ് പറഞ്ഞത്. ആൻഡ് ഇറ്റ് വാസ് ഓക്കെ, ആവറേജ് ടേസ്റ്റേ ഉള്ളൂ. ഞാൻ അതും കഴിഞ്ഞ് നേരെ ഞങ്ങളെല്ലാവരും കൂടെ മ്യൂസിയത്തിനടുത്തുള്ള മാനവീയം വീതിയിൽ വന്നു. ഇവിടെ റെനോവേഷൻ നടന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കാണാൻ കൊള്ളാം. രാത്രിയൊക്കെ വന്നിരിക്കാൻ നൈസ് ആയിരിക്കും. ആൻഡ് അവിടെ തന്നെ ഉള്ള കടയിൽ നിന്ന് ഒരു ബൂസ്റ്റും കുടിച്ചു. അതിനുശേഷം കുറച്ച് നേരം ഞങ്ങൾ അവിടെ ചുറ്റിപ്പറ്റി വന്നിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. അയ്യോ പൊട്ടി കാറ്റടിക്കുമ്പോ